മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ PS പ്രശാന്തും ഭരണസമിതി മുൻ അംഗവും പ്രതിപട്ടികയിൽ. 2025 സ്വർണം പൂശാൻ കൊണ്ടുപോയത് 2019 തട്ടിപ്പ് മറയ്ക്കാനാണെന്നാണ് SITയുടെ റിപ്പോർട്ട്. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അജികുമാറും അടക്കം പ്രതികളെന്ന് SIT കോടതിയെ അറിയിച്ചു. വിശ്വാസവഞ്ചനയും ഗൂഢാലോചനയും നടത്തിയെന്നാണ് കണ്ടെത്തൽ. സ്വർണ്ണപ്പാളികളുടെ സ്വർണം പൂശലിൽ 40 വർഷത്തെ വാറണ്ടിയുണ്ട് എന്ന അവകാശവാദം ശുദ്ധ തട്ടിപ്പാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. 2019 സ്വർണം പൂശൽ നടത്തി 1 വർഷത്തിനകം തന്നെ ചെമ്പ് തെളിഞ്ഞു വന്നു. കള്ളം പിടിക്കുമെന്നായപ്പോൾ വീണ്ടും സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലുള്ള ആ ക്രൈം സിൻഡിക്കേറ്റ് വീണ്ടും ഉണർന്ന് പ്രവർത്തിച്ചു. 2023 പുതിയ ഭരണസമിതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എത്തിയപ്പോൾ അവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി വശത്താക്കുന്നു. അങ്ങനെ വീണ്ടും സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ചെന്നൈയിൽ എത്തിക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു. ഒടുവിൽ അത് പൂർത്തീകരിക്കുന്നത് 2025 അവിടെ കൃത്യമായും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കൊപ്പം വ്യാജരേഖ ചമയ്ക്കലും വഞ്ചനയും അടക്കമുള്ള കുറ്റങ്ങളാണ് വെളിവായിരിക്കുന്നതെന്നാണ് SIT കോടതിയെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 7 പേരുടെ പങ്കാളിത്തം 2025 സ്വർണം പൂശൽ തട്ടിപ്പിൽ നടന്നിട്ടുണ്ട് എന്ന് ഹൈക്കോടതിയിൽ SIT അറിയിച്ചത്. അതിൽ ഒന്നാമത്തെയാൾ നേരത്തെ 2 കേസിലും പ്രതിയായിരുന്ന മുരാരി ബാബുവാണ്. രണ്ടാമത്തെയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി. മൂന്നാമത്തെയാൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയാണ്. നാലാമത്തെയാളാണ് പുതുതായി പ്രതിസ്ഥാനത്തേക്ക് വരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത്. ഒപ്പം തന്നെ CPI പ്രതിനിധിയായി ബോർഡിലുണ്ടായിരുന്ന അഡ്വക്കേറ്റ് A അജികുമാർ. ഒപ്പം കണ്ഠരര് രാജീവരും. അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന റജിലാലിന്റെ പങ്കുകൂടി വ്യക്തമായിരിക്കുന്നുവെന്ന് SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ 7 പേർക്കെതിരെ പ്രതികളാക്കി ഉടൻ തന്നെ റിപ്പോർട്ട് കോടതിയിലേക്ക് കൈമാറും. ഒപ്പം തന്നെ ഇപ്പോഴത്തെ തന്ത്രിയായിട്ടുള്ള മഹേഷ് മോഹനരടക്കം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം കൂടി 2025 സ്വർണം പൂശലിൽ അന്വേഷിച്ചു വരുന്നു എന്നുകൂടി SIT ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ആ കാര്യവും ഹൈക്കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവിൽ ഇവരുടെ പേര് സഹിതം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ പേർ പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയാണുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയായിരിക്കുന്നു. അതിന്റെ അന്വേഷണ റിപ്പോർട്ട് കുറ്റപത്രം ഏറ്റവും അടുത്ത ദിവസം തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നു എന്നതാണ്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.